കൊല്ലം പുനലൂരിൽ വളർത്തുനായയോട് ക്രൂരത കാട്ടിയതിനെ പറ്റിയുള്ള ഒരു വാർത്തയാണിനി. വളർത്തുനായയെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച് ദേഹമാസകല മുറിവേൽപ്പിച്ച് 2 ദിവസത്തിന് ശേഷം റോഡിൽ ഉപേക്ഷിച്ചു. നായയെ മോഷ്ടിക്കുന്ന CCTV ദൃശ്യം ഉൾപ്പെടെ പോലീസിന് നൽകിയിട്ടും പ്രതികളെ പിടികൂടുന്നില്ലെന്നാണ് പരാതി. പുനലൂർ കക്കോട് സ്വദേശി ലക്ഷ്മിയുടെ വളർത്തുനായിയെയാണ് ഡിസംബർ 31 രാത്രി വീട്ടുമുറ്റത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോയത്. 3 നായ്ക്കൾ ആണ് വീട്ടിൽ ഉള്ളത്. വീടിന്റെ ഗേറ്റ് ചാടിക്കടന്ന് അകത്തെത്തിയ യുവാവ് പോമറേനിയൻ ഇനത്തിൽപ്പെട്ട നായയെ കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. യുവാവ് ഗേറ്റ് കടന്ന് വീടിനു മുൻപിൽ എത്തുന്നതും പുറത്ത് ബൈക്കിൽ 2 യുവാക്കൾ കാത്തുനിൽക്കുന്നതും നായയെ കടത്തിക്കൊണ്ടുപോകുന്നതും CCTV ദൃശ്യങ്ങളിൽ ഉണ്ട്. ഇതുൾപ്പെടെ പുനലൂർ പോലീസിന് നൽകിയിട്ടും പ്രതികളെ കണ്ടെത്താൻ സാധിക്കുന്നില്ലെന്നാണ് പരാതി. ഞങ്ങളുടെ വീട്ടിൽ കെട്ടിയിട്ടിരുന്ന മേടല് വീടിന് മുൻവശത്ത് കെട്ടിയിട്ടിരുന്ന പോമറേനിയൻ പട്ടിയെയും അവരെടുത്തുകൊണ്ട് പോയി. ആ പട്ടിയെ എന്തോ അവർ ചെയ്യുന്നതൊക്കെ വിഷ്വലിൽ കാണിക്കുന്നുണ്ട്. പിള്ളേരെ എല്ലാവരും വിഷ്വലിൽ. ഞാനിത് അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസും കൊടുത്തിട്ടുണ്ട്. രാത്രി തന്നെ അവരന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്നലെ സർക്കിളും SIയും ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതുവരെ ഈ എടുത്തുകൊണ്ട് പോയ ആൾക്കാരുടെ വിഷ്വൽസ് വരെ കാണിച്ചിട്ടുണ്ട്. അവരെ പിടിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. നായയ്ക്കായി വീട്ടുകാർ വ്യാപക അന്വേഷണം നടത്തുന്നതിനിടെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഏകദേശം 500 മീറ്റർ അകലെ ഇതിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കഴുത്തിലും ശരീരമാസകലവും മുറിവേൽപ്പിച്ച പാടുകളുണ്ട്. അവശനിലയിലായിരുന്ന നായയെ പുനലൂർ മൃഗാശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകി. നായയെ കടത്തിക്കൊണ്ടുപോകാനുള്ള സാഹചര്യം അന്വേഷിച്ച് പ്രതികളെ പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പുനലൂർ.